ഈ പത്രവാർത്ത, മാധ്യമ വാർത്ത എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന കുറേ പേർ, എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന മറ്റു കുറേ പേർ, സത്യമല്ലാതെ മറ്റൊന്നും എഴുതില്ലെന്ന് വിശ്വസിക്കുന്ന വേറെ കുറേ പേർ. ഇങ്ങനെ 2-3 തലത്തിലാണ് ഈ മാധ്യമ പ്രവർത്തനത്തെയും പ്രവർത്തകരെയും കാണുന്നത്. എന്നാൽ യാതൊരു സത്യവുമില്ലെങ്കിൽ പോലും ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പല പല കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലാകയാൽ ആ കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് യാതൊരു സത്യവുമില്ലാത്ത വാർത്തകളെപ്പോലും ചിത്രീകരിക്കാൻ അവർക്കൊരു മടിയുണ്ടാവില്ല. ഒരുപാട് വാർത്തകൾ ഇങ്ങനെ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഈ കേൾക്കുന്ന മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, അതൊന്നും നിങ്ങൾ ഇൻറ്റേർണലൈസ് ചെയ്ത് കളയരുത്. അത് 101% ശരിയാണെന്ന് ബോധ്യപ്പെടും വരെ, ഇല്ലെങ്കിൽ അബദ്ധരായി പോകും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അദാനി മുതലാളിയുടെയും അംബാനി മുതലാളിയുടെയും ഒക്കെ ചാനൽ ബ്രേക്ക് ചെയ്ത KC വേണുഗോപാലും PV അൻവർ MLAയുമായി ചർച്ച നടത്തി, PV അൻവർ MLA കോൺഗ്രസിലേക്ക് എന്നൊരു വാർത്ത. അതിനെക്കുറിച്ച് വളരെ രസകരവും കൗതുകകരവുമാണ് സംഭവങ്ങൾ. ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് ഇപ്പോൾ പല കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളുടെയും ഒരു ടാർഗറ്റാണ്. കാരണം സംഘടനാ ചുമതലയുള്ള സെക്രട്ടറിയാണ്, രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങൾ നിർവഹിക്കുന്ന ആളാണ്, രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനാണ് എന്ന് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലും ഏറ്റവും പ്രസക്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ദേശീയ നേതാവ് കൂടിയാണ് KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ KCയെ ഏതൊരവസരം കിട്ടുന്നോ ആ അവസരത്തിൽ മലിനപ്പെടുത്തുക എന്ന് പറയുന്നതൊരു ടാർഗറ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു മലിനപ്പെടുത്തലല്ലല്ലോ, PV അൻവർ MLA കൂടിക്കാഴ്ച നടത്തിയതിന് എന്ത് മലിനപ്പെടുത്തലാണെന്ന് ചോദിച്ചാൽ അത് വേറൊന്നുമല്ല. ഒരു പൊതുവായ തീരുമാനം, കോൺഗ്രസ് രാഷ്ട്രീയ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് KC വേണുഗോപാലിനെ പോയി കണ്ടു എന്നൊക്കെ വരുമ്പോഴേക്ക് അതിനകത്തൊരു കുത്തിത്തിരിപ്പും ഈ പറയുന്ന പല നേതാക്കളോടും ആലോചിക്കാതെ KC അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഒരു സംഗതിയും ഒക്കെ ഉണ്ടാക്കി തീർക്കാൻ വേണമെങ്കിൽ അത് ഉപകരിക്കാം. അൻവർ കോൺഗ്രസ്സിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നാളെ തീരുമാനിക്കേണ്ട കാര്യമാകാം. സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലുണ്ടിപ്പോൾ. അതുപോലെ ഇനി ആരെല്ലാം ഏതെല്ലാം പാർട്ടികളിൽ എവിടെയെല്ലാം പോകുമെന്നുള്ളതൊക്കെ നിശ്ചയിക്കാം. പക്ഷേ ഒരു ഫോൺ കോൾ പോലും തമ്മിൽ ചെയ്തിട്ടില്ലാത്തവരെ ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തി എന്ന തലത്തിലേക്കുമൊക്കെ അതിനെക്കൊണ്ട് എത്തിച്ച് ചർച്ച ചെയ്യുക എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ പറയുമല്ലോ 2-3 കുട്ടികളുണ്ടാകുന്ന ആളുകൾക്ക് 5 ഉണ്ടായി എന്ന് വേണമെങ്കിൽ ഒരു കള്ളം പറയാം, ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട്. 2 പേർക്കും കുട്ടികൾ ജനിക്കാത്ത ഒരു ഈ പറയുന്ന ആരോഗ്യകരമായ മെഡിക്കൽ ഗ്രൗണ്ടുള്ള ആളുകൾ ഇരട്ട പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതാണ് ഇവിടുത്തെ മപ്രകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഈ പറഞ്ഞ വാർത്ത പുറത്തു വരുന്ന ദിവസം PV അൻവർ ദുബൈയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KC വേണുഗോപാലാകട്ടെ ഡൽഹിയിൽ പാർലമെൻറ്റ് നടക്കുന്നത് കൊണ്ട് അതിൻ്റെ തിരക്കിലുമാണ്. അവർ തമ്മിൽ ടെലഫോണിൽ പോലും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വിശ്വസനീയമായ വിവരം. പിന്നെ അല്ലേ കൂടിക്കാണുന്നത്. അപ്പോൾ അതൊന്നുമില്ലാതെ പോലും കൂടിക്കണ്ടു എന്ന തരത്തിലേക്ക് ഒരു വാർത്ത അങ്ങ് പൊട്ടിച്ച് അങ്ങ് മുമ്പനാവുക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഇതിൽ വളരെ അപകടകരമായ കാര്യമൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആക്ഷേപിക്കലോ ചൂണ്ട കുരുക്കലൊക്കെ ഉള്ളൂ. പക്ഷേ ഇതുപോലെയാണ് ഓരോ വാർത്തയും സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അത്രയേ ഉള്ളൂ.